ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ എൻ്റെ സുഹൃത്ത് ഡോക്ടർ പി കൃഷ്ണദാസ്, എൻ്റെ മറ്റൊരു ബഹുമാനായ സുഹൃത്ത്, ഞങ്ങളുടെ വക്കീലന്മാരുടെ ഭാഷയിൽ ലേണഡ് ഫ്രണ്ട്, ശ്രീ കവി കൂടിയായ സാഹിത്യകാരൻ കൂടിയായ നരേന്ദ്രമേനോൻ, എൻ്റെ മറ്റൊരു സുഹൃത്ത്, വളരെക്കാലം മുമ്പ് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ പുസ്തകശാല ഉണ്ടായിരുന്നൊരു കാലം, എനിക്ക് പങ്കുള്ള ഒരു പുസ്തകശാലയും, ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും അന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു പുസ്തകങ്ങൾ കിട്ടിയ, ഇംഗ്ലീഷ് പുസ്തകം കിട്ടിയൊരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ബിസിനസ് എല്ലാം എപ്പോഴും കോമ്പറ്റീഷനാണ്. പക്ഷെ എങ്കിലും ഞാൻ നേരിട്ടല്ലെങ്കിലും എൻ്റെ പങ്കാളിത്തമുള്ള ഒരു പുസ്തക പ്രസാധകശാല അന്ന് എനിക്കുണ്ടായിരുന്നു. 20 കൊല്ലമായില്ലേ, 20-ലധികമായി. ഇത് നമ്മുടെ മാനബിന്ദുവായി ഉയർന്ന മലയാളികളുടെ കലാകാരൻ, എഴുത്തിലും അഭിനയത്തിൽ മാത്രമല്ല എഴുത്തിലും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലി ആകർഷകമായ ഒന്നാണ്. അങ്ങനെയുള്ള എൻ്റെ പ്രിയങ്കരൻ, ഇതിൻ്റെ വാസ്തവത്തിൽ ഇന്നലെ ഞാൻ വായിച്ചപ്പോൾ ജോയി മാത്യുവിൻ്റെ അവതാരിക തന്നെയാണ് ആദ്യം ഞാൻ വായിച്ചത്. ജോയി മാത്യുവിൻ്റെ അന്ന് കണ്ടപ്പോൾ ഞാൻ മറ്റൊന്നും നോക്കിയതിനും അതാദ്യം വായിച്ചു. അങ്ങനെയുള്ള സുഹൃത്ത് ജോയി മാത്യു ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ വാസ്തവത്തിൽ അദ്ദേഹത്തിനോട് ഈ കൃഷ്ണദാസിനേക്കാളും കൃഷ്ണകുമാറിനേക്കാളും മുമ്പ് എൻ്റെ അടുത്തേക്കൊക്കെ കോഴിക്കോട്ട് ഞാൻ വക്കീലായിരുന്ന സമയത്തൊക്കെ വന്നിട്ടുള്ള, അന്ന് മുതലൊരു വലിയ ആത്മബന്ധമുള്ള ശ്രീ ഡോക്ടർ കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി തുളസി, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ഉമ്മിക്കുട്ടി, തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായ നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ MR മുരളി, ഡോക്ടർ ലതാ നായരുടെ ഒരു പുസ്തകം പണ്ട് ഞാൻ പാലക്കാട്ട് പോയി അത് പ്രകാശനം ചെയ്ത് ഓർക്കുന്നു. അങ്ങനെയുള്ള, പിന്നെ എഴുതിയോന്ന് ഞാൻ ചോദിച്ചു, എഴുതിയൊന്നും എനിക്കറിയില്ല. ഡോക്ടർ ലതാ നായർ, എൻ്റെ പഴയകാല സഹപ്രവർത്തകൻ കൂടിയായ ഏറെ അടുപ്പമുള്ള വിനോദ് കരുവാരക്കുണ്ട്, ഈ ഗ്രന്ഥകർത്താവ്, ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കിയ ശ്രീമതി ഷീജ പൂന്താനും, ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്ന ബഹുമാനായ ഡോക്ടർ പി കൃഷ്ണകുമാർ, പിന്നെ സദസ്സും വേദിയും താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരായ ഒട്ടേറെ പേര്, സോമസുന്ദരം, ശിവരാജ്, പിന്നെ പറയാൻ എത്രയോ കാലത്തെ ബന്ധമാണ്, ശിവദാസ്, അതുപോലെ ചാക്കുണ്ണി, അദ്ദേഹം അവിടെ നിന്ന് വന്നു. എല്ലാവരും കേൾക്കൊരു കാര്യം പറയാം, അദ്ദേഹത്തിന് നൽകിയ ആദരവിന്, അദ്ദേഹത്തിന് കിട്ടിയ പുതിയ സ്ഥാനലബ്ധിയെക്കുറിച്ച് ഒരു പ്രത്യേക പരിപാടി ഇവിടെ തന്നെ സംഘടിപ്പിക്കണം. ഡോക്ടർ കൃഷ്ണദാസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രാധാന്യമുള്ളൊരു ബഹുമതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ വാണിയംകുളത്തുകാരായ നിങ്ങളത് അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു ഹാരാർപ്പണം ചെയ്ത് ഞാൻ ചെയ്യണം. ഞാൻ പറഞ്ഞു അത് പോരാ, നമുക്ക് കോഴിക്കോട്ട് തന്നെ മറ്റൊരു രാജ്യത്തേക്ക് ഒരു സുപ്രധാനമായൊരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ ബന്ധപ്പെട്ടവർ, അവിടുത്തെ സർക്കാരും എല്ലാം നിയമിച്ചപ്പോൾ അത് ഈ നാടിന് കിട്ടിയ ബഹുമതി ആയതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ചാക്കുട്ടിയും അദ്ദേഹത്തോട് പറയുന്നു, കോഴിക്കോട് അളകാപുരിയിൽ ഈ പരിപാടി നടത്തുക, ആൾ വരുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു, സംഘടിപ്പിക്കുന്ന കാര്യവും ഞാൻ ഏറ്റു, പോരെ. അവിടെയുള്ള ചാക്കുട്ടി ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഹരി തിരുവനന്തപുരത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് ആൾ ഞാൻ പേരെടുക്കുന്നിടത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, ഇതൊരു നാടിൻ്റെ, പാലക്കാട് മാത്രമല്ല ഒരു നാടിൻ്റെ പരിച്ഛേദം ഒന്നടങ്കം ഒരു പുസ്തക പ്രകാശ ചടങ്ങിൽ പങ്കെടുക്കുന്നത്
അതും ഈ രാവിലെ സമയത്ത് ഇത്രയും അധികം ആളുകൾ പങ്കെടുക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു വിസ്മയം. ശരിയാണ്, സ്ഥാപനത്തോട് ബന്ധപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം അതിനേക്കാൾ അപ്പുറം ജനസഞ്ചയം ഒന്നടങ്കം ഈ പ്രദേശത്തോട് ബന്ധപ്പെട്ടവർ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ, വ്യത്യസ്ത മതവിശ്വാസമുള്ളവരെല്ലാം ഒത്തുചേരുന്നത് എനിക്ക് മാത്രമല്ല, ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്ന ജോയ് മാത്യു ഉൾപ്പെടെ ഞങ്ങൾക്കെല്ലാം ഒരു വിസ്മയമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാം ഞാൻ അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശ്രീ പി കെ ദാസിനെക്കുറിച്ച് ഇവിടെ സവിസ്തരം അദ്ദേഹത്തിൻ്റെ സണ്ണില്ലോയും അദ്ദേഹത്തിൻ്റെ മകനും മൂത്ത മകനും ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞതിനപ്പുറം അനുഭവത്തിൻ്റെ സാക്ഷ്യപത്രമുള്ളവരാണ് ഇവിടെ ഈ രാവിലെ വന്നിട്ടുള്ളത്. അപ്പോൾ അവരോട് നേരിട്ട് അനുഭവവുമായി ബന്ധപ്പെട്ട അനുഭവം ഇല്ലാത്ത ഞാൻ സമഗ്രമായി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ എഡിങ് തന്നെ കാണുമ്പോൾ ഒറ്റയാൻ നായകൻ, ഈ ഒറ്റയാൻ നായകൻ, പടയാളി, പോരാളി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സ്മൃതിപരത്തിലൂടെ പെട്ടെന്ന് കടന്നു പോകുന്നത് മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണനെയാണ്. പാണ്ഡവരും കൗരവരും യുദ്ധമില്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന് കണ്ട് അത് തീർച്ചപ്പെടുത്തിയ ശേഷം ചെന്നത് ശ്രീകൃഷ്ണൻ്റെ സന്നിധിയിലേക്കാണ്. അപ്പം കൗരവർ പറഞ്ഞു, ഈ ആളുകളെ, പടയാളികളെ എല്ലാം ഒന്നടങ്കം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പാണ്ഡവന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഒരൊറ്റയാനെ കിട്ടിയാൽ മതി, ആ ഒറ്റയാൻ നായകനാകണം. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ മറുപക്ഷത്തായെന്ന്. ഇത് തന്നെയാണ് എനിക്ക് പി കെ ദാസിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ആ പുസ്തകം ഞാൻ വാസ്തവത്തിൽ ഷീജ പൂന്താനത്തെ എനിക്കവരെ നേരത്തെ പരിചയമൊന്നുമില്ല. പക്ഷേ എനിക്കറിയാം, അവരുടെ ഹസ്ബൻഡ് ആകാശവാണി ദൂരദർശൻ ഏഷ്യാനെറ്റിലെ ഇവിടെ വന്നിട്ടുണ്ടോ? അത് ശരി. അപ്പോൾ അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല എഴുതാൻ വൈദഗ്ധ്യമുള്ള ഒരാൾ വാസ്തവത്തിൽ ജോയ് മാത്യു പറഞ്ഞ അവതാരിക എഴുതി എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനതിൽ കടക്കുന്നില്ല. ഞാൻ സാധാരണഗതിയിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് വായിക്കുന്നത് ഈ ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ്. അത് അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എഴുതുന്ന ആളെ പകർന്നെടുത്ത്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ് ജീവചരിത്രം എഴുതുന്നത്. ഇത് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞാൻ ഈ പുസ്തകത്തെ സർവാത്മന പ്രശംസിക്കാനായി ഈ അവസരം ഉപയോഗിക്കുക. ഒന്ന്, പി കെ ദാസിൻ്റെ അത് തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളെ എല്ലാം അതിജീവിച്ച് ഒരു മനുഷ്യൻ എങ്ങനെ വിജയശീലനാകാൻ സാധിക്കും, ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കും, അതിൻ്റെ ആ പിന്നിട്ട വഴിത്താരയിലെ ഓരോ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കഥ എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സവിശേഷത അതാണ്. മറ്റൊന്ന്, ഞാൻ ഈ ജീവചരിത്രമെല്ലാം വായിക്കുമ്പോൾ സീരിയസ് റീഡിങ്ങാണ്. എപ്പോഴും പുതുപ്പള്ളി രാഘവൻ്റെ ആത്മകഥ 4 വോളിയമുണ്ട്. അദ്ദേഹം ഞാൻ ഉൾപ്പെടുന്ന ആശയത്തിൻ്റെ നേരെ എതിർദിശ നിന്ന ആളാണ്. ഞാനൊരു 6-7 തവണ അത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വായനയിൽ ജീവചരിത്രം വായിക്കുമ്പം, അനുഭവ കഥകൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സവിശേഷത പൊതുപ്രവർത്തനായതുകൊണ്ടോ അഭിഭാഷകനായതുകൊണ്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊതുവായി വായിക്കുന്ന ഒരാളായതുകൊണ്ടാവാം, വളരെ നമ്മുടെ സ്മൃതിപഥത്തിൽ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്നതാണ്. അവിടെയാണ് ഒരു പുതിയ പന്താവ് വെട്ടിത്തെളിക്കാൻ ഇവർക്ക് ഷീജ പൂന്താനത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കതിനെപ്പറ്റിയുള്ള വിലയിരുത്തൽ. നിങ്ങൾ ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ വിരസമാകും ജീവചരിത്രം. ഏതാളിനെ പറ്റി എഴുതിയാലും ജീവചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ വിരസതയുണ്ട്. അതിനൊരു കണ്ടിന്യൂറ്റി, വായിക്കുന്ന ഒരാളിനെ പുസ്തകം കയ്യിലെടുത്ത് വായിച്ചാൽ അത് മുഴുവൻ വായിച്ചു തീരണം എന്നുള്ള ഒരു ത്വര മനസ്സിലുണ്ടാകുന്നത്, അതാണ് ആ പുസ്തകത്തിൻ്റെ വിജയം. അവിടെ ഒരു പുസ്തകം കിട്ടിയാൽ, ഞാനും പറഞ്ഞില്ല, പുസ്തകശാലകളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പണ്ട് ഒരു 10-25 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, ഒരു പുസ്തകം കൈ കിട്ടിയാൽ ആദ്യം അവൻ്റെ ലേ ഔട്ടാണ് നോക്കുക. അതിൻ്റെ പുറംചട്ടയിൽ നോക്കിയിട്ടാണ് പലപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നത്.
ഇവിടെ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം കയ്യിലെടുത്താൽ അത് വായിച്ച് പൂർത്തിയാക്കാൻ സാധാരണ ഒരു നല്ല വായനക്കാരൻ തയ്യാറാകും എന്നുള്ളതാണ് വസ്തുത. രണ്ടാമതായിട്ട് അതിൻ്റെ അവതാരിക, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, എൻ്റെ സുഹൃത്തായതുകൊണ്ട് അദ്ദേഹത്തെ ഇരുത്തി ഞാൻ പുഴുത്താണെന്ന് വിളിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത ഞാൻ വായിക്കുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ, അദ്ദേഹം കേരളത്തിലെ വലിയൊരു എഴുത്തുകാരാണെന്ന് ഞാൻ അവകാശപ്പെടുന്നത്. നല്ല നടനാണ്, നല്ല ബിസിനസ്സുകാരനുമായിരുന്നു. കാരണം അതുകൊണ്ടാണല്ലോ ഈ യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഇംഗ്ലീഷിൻ്റെ പാഠപുസ്തകം ഇപ്പോഴത്തെ പോലെ ഈ യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷനൊന്നും ഇല്ലാത്ത കാലത്ത് അന്ന് ആ പുസ്തകം അപ്പോൾ അതിലൊക്കെ എല്ലാത്തിനും വിജയിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ അവതാരിക എഴുതിയ അവസരത്തിൽ ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലെ ടച്ചിങ് ഓൺ ദ പോയിൻ്റാണ്. ഈ ടച്ചിങ് ഓൺ ദ പോയിന്റിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. മഹാത്മാഗാന്ധിജി അദ്ദേഹം വലിയ വരുമാനമുള്ള വക്കീലായിരുന്നു. നമ്മളാരും കരുതിയ പോലല്ല. നരേന്ദ്രമോഹൻ സാറിൻ്റെ അഭിപ്രായം എന്താ എനിക്കറിയില്ല. നമ്മളെല്ലാം കരുതുന്ന അദ്ദേഹം ഒരു വലിയ ഫെയിലിയറായ ഒരു അഭിഭാഷകനൊക്കെ ചിന്തിക്കുന്ന ഒട്ടേറെ ആൾ. അങ്ങനെയല്ല. കാലത്ത് $15,000 പെർ മന്ത് കിട്ടിയിരുന്ന കോട്ടും സൂട്ടും ധരിച്ച ആളാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ചാർജ് പടച്ച് ഒരു പ്രഗത്ഭ അഭിഭാഷകൻ കോട്ടും സൂട്ടും എല്ലാം ഇട്ട് ഡ്രസ്സിലുമെല്ലാം മോസ്റ്റ് മോഡേണായി തൻ്റെ ചെറിയ സൂട്ട്കേസും തൂക്കി കിടക്കുമ്പോൾ നോ എന്ന് പറഞ്ഞ് തീറ്റി തടഞ്ഞപ്പോൾ അദ്ദേഹം തർക്കിച്ചു, വലിച്ചെറിഞ്ഞു. അങ്ങനെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഡിസൈഡ് ചെയ്തു എന്തുകൊണ്ട് തൻ്റെ ഇത് വലിച്ചെറിഞ്ഞു. അങ്ങനെയാണ് പിന്നീടുള്ള മഹാത്മാഗാന്ധി ഐ വുഡ് ലൈക്ക് ടു സേ ചേഞ്ച് ഇൻ ദ സ്പർ ഓഫ് ദ മൂമെൻറ്റ്. ഈ സ്പർ ഓഫ് മൊമെൻറ്റിൽ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്വാമി വിവേകാനന്ദൻ സ്ഥിരപൗരോഷനെ കണ്ടിട്ട് വലിയൊന്നും എടുത്തില്ല. ഓൺലി സെർട്ടൻ സെക്കൻഡ്സ് ഓർ മിനിറ്റ്സ് ചേഞ്ച് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ചേഞ്ച് ഉണ്ടായ ഒരുപാട് സംഭവം ഞാനത് പറയാൻ കാരണം അദ്ദേഹം എഴുതിയ ഇതിലേക്ക് നോക്കുമ്പോൾ ഒരാളെ അവതരിപ്പിക്കും. അദ്ദേഹത്തിന് പരിചയമുള്ള ആളല്ല, നേരിട്ട് പരിചയമുള്ള ആളല്ല. എഴുത്തുകാരിയെ വിശ്വാസമാണ്, അവരോടുള്ള താല്പര്യവും കൂടി അതിൽ അന്തർലീനമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അങ്ങനെ എഴുതിയപ്പോൾ ആ അവതാരിക വായിക്കുമ്പോൾ മാത്രം ആരെപ്പറ്റിയാണോ എഴുതുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നു. മൂന്നാമതായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അതിൻ്റെ രീതിയാണ്. എനിക്കറിയില്ല, ഞാൻ ഇന്നലെ കൃഷ്ണദാസ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് ഒരു കോപ്പിക്ക് എന്ത് വില വരും നിങ്ങൾക്ക്, അവർക്ക് പ്രിൻ്റ് ചെയ്തവർക്ക് അല്ലെങ്കിൽ പബ്ലിഷർക്ക് എത്ര വരുമെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ അവതാരം അത് ട്രേഡ് സീക്രട്ടാണ്, ഞാൻ പറയുന്നില്ല. പക്ഷെ ചെറിയൊരു പൈസയിൽ ഇത് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് മനോഹരമാക്കി അവതരിപ്പിക്കാൻ സാധിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സുഹൃതം, ടി.കെ. ദാസിൻ്റെ സുഹൃതമായിരിക്കാം, കുടുംബത്തിൻ്റെ സുഹൃതമായിരിക്കാം. ഒരു വെൽ എക്സിക്യൂട്ടഡ് ബുക്ക് ഈസ് വിത്ത് us and I congratulate all of the persons involved in it. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഒഴിഞ്ഞ പാത്രം ഒത്തിരി ഒച്ചയുണ്ടാക്കും. അപ്പം നിറഞ്ഞിരിക്കുന്ന പാത്രമല്ല ശബ്ദം ഉണ്ടാക്കുക, മറ്റേതാണ് എപ്പോഴും മുട്ടിമുട്ടി ശബ്ദം ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി. ആ ഒരു സ്ഥിതിയിൽ എനിക്കൊരാശ്വാസമുള്ളത് നമ്മുടെ പുസ്തക മേഖല മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കൂടുതലായി വിറ്റഴിക്കപ്പെടുന്ന സ്ഥിതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളത്. എല്ലാവരും പറഞ്ഞപ്പോൾ വായന മരിച്ചു, പുസ്തകങ്ങൾ ആരും വായിക്കുന്നില്ല. വായിക്കുന്നതിൻ്റെ രീതികളെ സംബന്ധിച്ച് വ്യത്യാസമുണ്ടാവാം. ബുക്കിൽ നിന്ന് വായിക്കുന്നോ അതല്ല മോഡേൺ ഡിവൈസിൽ വായിക്കുന്നോ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. പക്ഷെ വായന കൂടുന്നു, പുസ്തകം കൂടുതൽ വിറ്റഴിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ജോയി ബാത്ത് വിചാരിക്കും വീണ്ടും ഒരു പുസ്തകശാല തുടങ്ങിയാലോ എന്ന് ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവും. DC രവിയോടോ മാതൃഭൂമിയോടോ ഒക്കെ നിങ്ങൾ ചോദിച്ചാൽ പണ്ടത്തെക്കാൾ വിറ്റഴിക്കപ്പെടുകയാണ്, വായനയിലേക്കാൾ പോവുകയാണ്. അതുകൊണ്ട് പ്രത്യാശയുണ്ട്. വായിച്ചു വളരുന്ന ഒരു തലമുറ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന്, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, ആർണോൾഡ് ബെന്നറ്റ് എന്ന ആംഗലേയ സാഹിത്യകാരൻ ഒരുപാട് പുസ്തകം എഴുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇത് ചോദിച്ചു കുട്ടികളെല്ലാം, സാർ എങ്ങനെ ഇത് എഴുതുന്നത്, എങ്ങനെ എഴുതാൻ സാധിക്കുന്നു ഇത്രയും പുസ്തകങ്ങളൊക്കെ ചോദിച്ചപ്പം അദ്ദേഹം നൽകിയൊരു മറുപടി ഞാൻ പണ്ടേ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്.
അദ്ദേഹം പറഞ്ഞ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ മറ്റന്നാൾ രാവിലെ വരിക. അങ്ങനെ അവർ വന്നപ്പം എഴുതി കൊടുത്തതാണ് ഹൗ ടു ലീവ് 24 hours എ ഡേ എന്ന് പറഞ്ഞ ആർണോൾഡ് ബെന്നറ്റിൻ്റെ പുസ്തകം അതാണ്. അപ്പം അങ്ങനെയുള്ള പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു വരുന്നത് എഫർട്ട് ഉണ്ടാവണം. ആ എഫർട്ടിൽ തീർച്ചയായും എനിക്ക് ഈ ഇന്നിപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ മേഖലയിലുള്ള സംരംഭമായതുകൊണ്ട് PK ദാസിൻ്റെ പേരിൽ പുതിയ ഒരു 10 എഴുത്തുകാരെയെങ്കിലും, ഒരു പുസ്തകം എഴുതാൻ പോയി പ്രിൻ്റ് ചെയ്തിട്ട് 30,000 രൂപ 40,000 രൂപ കൊണ്ടൊന്നും പോലും വരില്ല. നിങ്ങളൊരു 10 പുസ്തകം ഒരു കൊല്ലം ആദ്യമായി എഴുതുന്ന പുസ്തകം രണ്ടാമത്തേന് കൊടുക്കരുത്, അവരെ കൊണ്ടുവരണം. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി ഞാൻ പറയാനൊരു കാരണം കൂടിയുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട 96 വയസ്സുള്ള പപ്പേട്ടന് ടി പത്മനാഭന് എറണാകുളത്ത് വെച്ച് അവാർഡ് കൊടുത്തത് ഞാനാണ്. മന്മഥ സാറിൻ്റെ പേരിലുള്ള അവാർഡാണ്, 1,00,000 രൂപയും എല്ലാമാണ്. ഞാൻ അദ്ദേഹത്തോട് സ്വകാര്യമായി പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു, അദ്ദേഹം മൈക്കിലൂടെ എനിക്കത് തിരിച്ചു പറയും. ഞാൻ പറഞ്ഞു, അങ്ങക്ക് കിട്ടുന്ന പ്രാധാന്യം പുതിയ എഴുത്തുകാർക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ ശ്രീധരനോട് അത് പിന്നീട് അതിൻ്റെ കാരണം പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങൾ അടുത്തടുത്തിരുന്നാണ് ഒഴിഞ്ഞു മാറി. നിങ്ങളിപ്പോൾ ഒരു ബുക്ക് സ്റ്റാളിൽ പോയാൽ DCയുടെ ആരുടെ ആയിക്കോട്ടെ, അവിടെ ഒരു നോവൽ വേണം, ഒരു കവിത വേണം എന്ന് പറഞ്ഞ് ചെന്നാൽ അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന പുസ്തകം ഏതായിരിക്കും? ആ പുസ്തകശാലക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അല്ല നമ്മുടെ മുഹമ്മദ് ബഷീറിൻ്റെയും അതുപോലെ തന്നെ തകഴിയുടെയും MT വാസുദേവൻ നായരുടെയും ടി പത്മനാഭൻ്റെയും ഈ തലമുറയിൽപ്പെട്ടവരുടെ പുസ്തകമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവർ എക്സിബിറ്റ് ചെയ്ത അതാണ്. ഒരു പുതിയ നല്ല എഴുത്തുകാരനായാൽ പോലും പേര് കിട്ടാത്തിടത്തോളം കാലം എത്ര നല്ല പുസ്തകമായാലും അവരത് വിൽപ്പനയ്ക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്ന പട്ടികയിൽ ഉണ്ടാവില്ല എന്നുള്ളത് സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പം ചെയ്യുന്നത് എന്താ? പുസ്തകശാലക്കാരെല്ലാം മാത്യു 1,00,000 രൂപ വരെ വാങ്ങുന്നു. ഇൻഡിഗോസ് നമുക്കറിയാമല്ലോ, ഒരു പുസ്തകത്തിന് ഞാൻ ഇന്നലെ മനസ്സിലാക്കിയതുപോലെ ഒരു ആവറേജ് ഒരു 1000 കോപ്പി അടിക്കാൻ ഒരു പുസ്തകത്തിന് ഒരു മാക്സിമം വന്ന ഒരു 20,000 രൂപ 15,000 രൂപയ്ക്കൊന്നും വരില്ല. പക്ഷെ 1,00,000 രൂപ വാങ്ങുന്ന സ്ഥാപനങ്ങൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആരെയും, ഞാൻ പഠിച്ചിട്ടാണ് പറയുന്നത്, കേരളത്തിലുണ്ട്. ഒരു നല്ലൊരാൾ എഴുതിയാൽ, ഒരു പുതിയ കുട്ടികൾ, അല്ല 20 വയസ്സോ 25 വയസ്സുള്ള കുട്ടി എഴുതിയാൽ 1,00,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് കോപ്പി കിട്ടും. അവരതിൻ്റെ മോട്ടിവേഷനായിട്ട് ഒന്നും ചെയ്യില്ല. ഈ സ്ഥിതിയാണ്. ആളുകാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ബിസിനസ്, വിറ്റ് പോകണ്ടേ. അപ്പോൾ ഇന്നും MTയുടെയും സി രാധാകൃഷ്ണേട്ടൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വാങ്ങുന്ന ഒരു സമൂഹത്തിൽ പുതിയ തലമുറയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് ഞാനിതിൻ്റെ ഈ മഹാസ്ഥാപനത്തിൻ്റെ ആളുകളോടെല്ലാം പറയുന്നു, അച്ഛൻ എഴുതി വെച്ച ഈ ഒറ്റയാൻ നായകൻ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്നെങ്കിലും അദ്ദേഹം പിന്നിട്ട വഴിത്താരിലെ ഓരോ കാര്യങ്ങളുടെയും കടന്നു പോകുമ്പോൾ എത്ര പരാജയങ്ങളെ നേരിട്ടു. വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങേണ്ടി വന്നപ്പോൾ 1 തവണയല്ല 2 തവണയല്ല, അധ്യാപകനാകേണ്ടി വന്നപ്പോൾ ഒരു തവണ, എല്ലാം പരാജയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചാപ്റ്റർ അവർ എഴുതിയിട്ടുള്ളത് പരാജയം എന്നൊരു വാക്ക് പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്നിലും അസാധ്യമെന്നൊരു വാക്കുണ്ടാകരുതേ എന്ന് പറഞ്ഞ ഒരു പ്രണവ മന്ത്രം പോലെ പ്രാധാന്യമുള്ളൊരു മന്ത്രം പുതിയ തലമുറയ്ക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നു. അത് അവരുടെ ഭാഷയിൽ മനോഹരമായ ഒരു ചാപ്റ്റർ അതിനെ സംബന്ധിച്ചതും. അസാധ്യമെന്നൊന്നില്ല. ഇതായിരുന്നു PK ദാസിൻ്റെ പുതിയ തലമുറയ്ക്ക് വേണ്ടി, വർത്തമാന തലമുറയ്ക്ക് വേണ്ടിയുമായിരിക്കും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയത്. ഈ അസാധ്യമെന്നൊരു വാക്ക് പാടില്ല. അത് കൃഷ്ണദാസും ആ പുസ്തകത്തിൽ പറയുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷൻ പോലെ കൊടുത്തുകൊണ്ട് സൈഡിലുള്ളത് വായിക്കുന്ന അവസരത്തിൽ അച്ഛനൊരു കാര്യത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ടില്ല. അത് വിജയിപ്പിക്കുന്നത് വരെയുള്ള എ കണ്ടിന്യൂയിങ് പ്രോസസ് ഓഫ് ഹാർഡ് വർക്കിംഗ് ബൈ അപ്ലൈയിങ് ഹ്യൂമൻ മൈൻഡ്, ബൈ അപ്ലൈയിങ് കോമൺ സെൻസ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം എന്ന് പറയുകയാണ്. ഓട്ടത്തെപ്പറ്റി പറയുന്നു. എനിക്ക് തോന്നുന്നു
അദ്ദേഹം പറയുന്നത് ഓട്ടത്തിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ, നടന്നു പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയുന്നു. അതിൻ്റെയൊക്കെ മീനിങ് തേടി പോകുമ്പോഴാണ് അദ്ദേഹം വലിയൊരു ആ തരത്തിൽ എഴുത്തുകാരനും അല്ല ആ നിലയ്ക്ക് ഒരു ഭാഷയെ പ്രചോദനമാക്കാവുന്ന വാക്കുകളുടെ ആളായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗ്രാമം അദ്ദേഹത്തെ നടക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ നടക്കാൻ പഠിപ്പിച്ച ആൾ അദ്ദേഹത്തിൻ്റെ അമ്മ വേണമെങ്കിൽ ആ നടത്തത്തിൻ്റെ മാതാവായി നമുക്ക് ചിത്രീകരിക്കാം. ഓട്ടത്തെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവായി ചിത്രീകരിക്കാം. സംസ്കൃതി അദ്ദേഹത്തിൻ്റേത് ഗ്രാമത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സഭ്യത, ഞാൻ അടിവരയിടുന്നു, സഭ്യത നഷ്ടപ്പെടുന്ന മലയാളി സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. സഭ്യതയെ അദ്ദേഹം ഋതുതുല്യമായി കരുതിയത് കൊണ്ടാണ് ഇത് ഇടപെടാൻ ചെന്ന ആൾക്കാരുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കാവൽക്കാരനായി നിൽക്കുന്ന ആൾ അദ്ദേഹം മരിച്ചപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ എഴുതിയത് ആ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ കൊടുത്തതും ഞാൻ ഈ അവസ്ഥത്ത് ഓർക്കുകയാണ്. ഇന്ന് സകലതിൽ ലാഭപ്പതിയിൽ എത്തി നിൽക്കുന്ന സമൂഹം, ഞാൻ ആരെയും പഴിക്കാൻ പറയുകയല്ല, രാജനൈതികത ഉൾപ്പെടെ, ബിസിനസ് ഉൾപ്പെടെ, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ, ആരോഗ്യ മേഖല ഉൾപ്പെടെ സമസ്ത ജീവിത മേഖലകളിലും പൊതുവിൽ പറഞ്ഞ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ലാഭക്കൊതിയിൽ എത്തി നിൽക്കുന്ന, സകലതും ലാഭക്കൊതിയിൽ എത്തി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അതിന് വ്യതിരിക്തമായി ചിലതിനെ കണ്ടെത്താനുള്ള ശ്രമം ഒരുപക്ഷെ ഈ പുസ്തകത്തിലൂടെ സാധ്യതപ്രായമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുകയാണ്. നമ്മളെ നദി ഒഴുക്കാണ്, ചരിത്രം എപ്പോഴും ഒഴുക്കാണ്, തിരിച്ചൊഴുക്കില്ലാത്ത ഗതിപ്രവാഹമോ. അതങ്ങനെ ഒഴുകിപ്പോകും, നിങ്ങൾക്ക് തിരിച്ചു പിന്നെ കിട്ടില്ല. അതിൽ നിന്നുള്ളതെടുത്ത് സൂക്ഷിച്ചു വെച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥ ചരിത്രത്തിലൂടെ വേണ്ടതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ നദി ഒരിക്കലും ഉറവിട സ്ഥാനത്ത് ഉറച്ചു നിൽക്കില്ല. ഒഴുക്കി നിലച്ചാൽ നദിയില്ല ഇവിടെ. അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്നിച്ചു കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണവും പിന്നിട്ട വഴിത്താരയിലെ അനുഭവങ്ങളുമെല്ലാം സാധനാപാഠമായി നമുക്ക് മാറുന്നതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സാഹിത്യത്തെക്കുറിച്ച് ബെർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞു, പോയറ്റ് സ്പീക്സ് ടു ഹിംസെൽഫ് ലൗഡ്ലി ആൻഡ് വേൾഡ് ഓവർഹിയേഴ്സ് ഹിം. ഒരു കവി, ഒരു എഴുത്തുകാരൻ എഴുതുന്നത് ഉച്ചത്തിൽ ആണ്. അത് എഴുതുന്നത്, അത് ഉച്ചരിക്കുന്നത് ഉച്ചത്തിലാണ്, രഹസ്യമായിട്ടല്ല. എന്നാൽ അത് ലോകം അതിലും ഉച്ചത്തിൽ കേൾക്കുമ്പോഴാണ് അതൊരു മഹത്തായ കൃതിയായി മാറുന്നത് എന്ന് പറയുകയുണ്ടായി. നമ്മളിന്ന് നവഭാരതമെന്ന ഒരു വാഗ്ദത്ത ഭൂമിയെ തേടിപ്പോകുന്ന ഒരു സമൂഹം. ലോകത്ത് 1ാം സ്ഥാനത്തെത്തണം. 15ാം നൂറ്റാണ്ടും അന്ന് 15ാം നൂറ്റാണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യം ഭാരതമായിരുന്നു. അടുത്ത കാലത്ത് ലണ്ടനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചർച്ച നടന്നു. ആ ചർച്ചയിലെ വിഷയം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യക്ക് നേട്ടമോ കോട്ടമോ എന്നുള്ളതായി. രണ്ടിലും പങ്കെടുത്തത് സായിപ്പുമാരായ റിസർച്ച് സ്കോളേഴ്സാണ്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, റെയിൽവേ കൊണ്ടുവന്നു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നു, ICSകാരുടെ എണ്ണം വർദ്ധിച്ചു, ലോകത്തെല്ലാം ഇന്ത്യക്ക് അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞുള്ള നല്ല പോയിന്റുകൾ. അത് ശരിയുമാണ്, ഒരു വലിയ അളവ് ശരിയുമാണ്. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള, ഒപ്പോസ് ചെയ്തുകൊണ്ട് പേപ്പർ അവതരിപ്പിച്ചാൽ നെറ്റിൽ നിങ്ങൾക്കത് കിട്ടും. ആ പേപ്പറിൽ കൗണ്ടർ ചെയ്യുന്ന യുവാവായ ബ്രിട്ടീഷുകാരൻ ആയ യുവാവ് റിസർച്ച് സ്കോളർ ഒരു ചോദ്യം മാത്രം ചോദിച്ചു. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ 15ാം നൂറ്റാണ്ടിൽ 16ാം നൂറ്റാണ്ടിൽ ലോക വ്യാപാരക്രമത്തിൽ ഇന്ത്യയുടെ പങ്ക്, ഇന്ത്യ എന്ന് പറയുമ്പം ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ പങ്ക് അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് ലോക വ്യാപാരക്രമത്തിൻ്റെ 23 മുതൽ 28% വരെ അക്കാലത്ത് കൺട്രോൾ ചെയ്തിരുന്ന നമ്മളായിരുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത ചോദ്യം, അടുത്ത പോയിൻ്റ്, in 1947 when Britishers bid farewell to this country,
വാട്ട് വാസ് ദ റേറ്റ്? 47 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ആ ഇന്ത്യയുടെ ലോക വ്യാപാരക്രമത്തിലെ, ലോക സാമ്പത്തിക ക്രമത്തിലെ പങ്ക് എത്രയെന്ന് ചോദ്യം അതിന് ആ കുട്ടി തന്നെ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു 2%. പിന്നീട് പറയുന്നു രത്നഗർഭയാം ഭാരതം. രത്നഗർഭ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഇതുള്ളതാണ്. ഇംഗ്ലീഷിൽ എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകൾ ഈ വേദിയിലുണ്ട്. നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒരു പ്രധാന കഥാപാത്രം, ഏത് നാടകത്തിലത് ഞാൻ ഓർക്കുന്നില്ല, കിഴക്ക് നോക്കുന്ന ഒരു യുവാവിനെ പറ്റി പറയുന്നു. സമൃദ്ധിയുടെ കേദാരമായ കിഴക്ക് ഭാരതം, നമ്മളൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് VK ദാസ് ശൂന്യതയെന്ന് സാമ്രാജ്യം ശ്രദ്ധിച്ചു. അതിൻ്റെ അടിവേരുകൾ എവിടെയാ? അതിൻ്റെ അടിവേരുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മണ്ണടയാളങ്ങളുള്ള വയൽവരമ്പാണ്. ഈ പുസ്തകത്തിൽ അവർ എഴുതിയിട്ടുണ്ട്. അവരിവരോടൊക്കെ ചോദിച്ചെഴുതിയതാണ്. അവരുടേതായ കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ പറയുന്നില്ല. അവധി കിട്ടുന്ന ദിവസങ്ങളിൽ കന്നുകൂട്ടാനും വയലിലെ പണിയെടുക്കാനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ VK ദാസിൻ്റെ അച്ഛൻ അയക്കുമായിരുന്നു എന്നുള്ളത് ഒരു സംഭവം കൂടി എന്നോട് ബന്ധപ്പെട്ട് ഉള്ളത് കൂടി ഞാൻ പറയാം. ഇതിനോട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ PV സ്വാമി അനുബന്ധിച്ചുള്ള അവാർഡ്, മാതൃഭൂമിയുടെ അവാർഡ് കൊടുക്കുമ്പം കോഴിക്കോട്ടെ പാരഗൺ, അപ്പോൾ അന്നേരമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു അമ്മ മരിച്ചു. ഞാൻ ലോ കോളേജിൽ 79 കാലത്ത് പഠിക്കുമ്പം അമ്മ ഒരു ചെറിയ ഹോട്ടലുമായിട്ട്, അച്ഛൻ മരിച്ചു, അമ്മ അവിടെ ചക്കുണ്ണേണ്ണ അറിയായിരിക്കും, നല്ല കട്ട്ലറ്റ് കിട്ടും, ചെറിയൊരു കടയാണ്, ടേസ്റ്റാണ്. അപ്പം ഞാനും ഈ AK ബാലനൊക്കെ ഞങ്ങൾ കൂട്ടുകാരാണ്, ഒന്നിച്ച് പഠിച്ചവരാണ്. ഞങ്ങളെല്ലാം കൂടെ പോകുമ്പോൾ പലപ്പോഴും ഈ അന്നത്തെ ലോ കോളേജ് നമ്മുടെ മാനാഞ്ചിറയിലെ പഴയ ബിൽഡിങ്ങിൽ, അപ്പോൾ ഇവിടെ പോയി കഴിക്കുക. അമ്മയായിട്ട് അന്ന് നല്ല ചെറുപ്പക്കാരിയാണ്, ഭർത്താവ് ചെറുപ്പത്തിലെ മരിച്ചത്. ഇവർ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ എന്തായാലും അവിടെ വന്നേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ലോകത്തിലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഈ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ആ മേഖലയോട് ബന്ധപ്പെട്ട്, ഹോട്ടൽ വ്യവസായത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആധിപത്യം പുലർത്തുന്ന മലയാളി ആരെന്ന് ചോദിച്ചാൽ ഈ പാരഗണിൻ്റെ പയ്യൻ. ഞാനവിടെ ചെന്നു. അപ്പോൾ മോനെ വിളിക്കാൻ പറഞ്ഞു, ഒരു മോനെ. അപ്പോൾ മോനെ വിളിക്കാൻ പറഞ്ഞു. മോനെ പരിചയപ്പെട്ടു, വലിയ ഇതൊക്കെയായി, ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു മോനെന്താ ജോലി ചെയ്യുന്നു? അവർ MBA പാസ്സായി വന്ന് ഒരു കൊല്ലമായി. ഞാൻ ചോദിച്ചു ഇപ്പോഴെന്താ ചെയ്യുന്നത്? ഇപ്പോഴവനെ ആദ്യം അവിടെ അവരുടെ ഹോട്ടലിൽ, പാരഗൺ ഹോട്ടലിൽ ഈ ശുചിത്വം ചെയ്യാനായിട്ട് മേശ തുടയ്ക്കാനുള്ള പണിയിലാണ് 6 മാസം വിട്ടത്. ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്ന പണിയാണ്. നമ്മൾ ആലോചിച്ചത് ഒരു കോടീശ്വരൻ്റെ. അപ്പോൾ ഇത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എനിക്കറിയാവുന്ന ഹൈക്കോടതിയിൽ ഒരു വലിയ അഭിഭാഷകരുണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് LLB എല്ലാം കഴിഞ്ഞ് വന്നപ്പം, ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളായിരുന്നു, വന്നു കഴിഞ്ഞപ്പം ഒരു കൊല്ലക്കാലം ഗുമസ്തൻ്റെ പണിക്ക് വിട്ടു. സ്വന്തം ഗുമസ്തനോടൊപ്പം പോയി ഗുമസ്തൻ്റെ പണി, ഫയലെടുക്കുക, പെണ്ണെടുത്ത് കൊണ്ട് കൊടുക്കുക, കോടതി കൊണ്ട് ഫയൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയച്ചു. ഞാൻ ഇവിടെയാണ് മഹത്വം കാണുന്നത്. പ്രായോഗികത, ഏത് അക്കാദമിക് യോഗ്യത ഉണ്ടായാലും അക്കാദമിക് യോഗ്യതയേക്കാൾ അപ്പുറം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് അനുഭവജ്ഞാനമാണ്. ആ അനുഭവജ്ഞാനത്തിന് അവനെ സജ്ജമാക്കാൻ സാധിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് കൂടി വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വയൽവരമ്പിനെ പറ്റി പറഞ്ഞത്, തകഴി അദ്ദേഹം ജ്ഞാനപീഠ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം നടത്തിയ ശ്രദ്ധേയമായ പ്രസംഗത്തിൽ കർഷകനോ പണ്ഡിതനോ എഴുത്തുകാരനോ എന്ന് ചോദിച്ചാൽ ഞാൻ കർഷകനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ കാലിൽ ഇപ്പോഴും എഴുത്തുകാരനായി ഇത് കിട്ടി. ആ സമയത്തും അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, മണ്ണടയാളങ്ങൾ ഇപ്പോഴും എൻ്റെ കാലിൽ കാണാമെന്ന് പറഞ്ഞ സാഹിത്യനായകനായി ജ്ഞാനപീഠ അവാർഡ് ഏറ്റുവാങ്ങിയ തകഴി ശിവശങ്കരപ്പിള്ളയെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ
പി കെ ദാസ് ഒരു റിസർച്ചിന് വിധേയമാക്കേണ്ട, അവരെഴുതിയത് ആദ്യം ഒരു ഘട്ടം വരെ മാത്രമേ ഉള്ളൂ, ബാക്കി എനിക്കറിയില്ല എഴുതിയിട്ടുണ്ടോ, ഇനി വേറെ എഴുതുമോന്നും അറിയില്ല. പക്ഷെ അതിലൂടെ ഒരു പൂർണ്ണതയിലേക്ക് എത്താനുള്ള ശ്രമം, ആ ശ്രമത്തിൽ വിജയിച്ച ഒരാളായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. തീർച്ചയായും ഒരു പ്രസാദകത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, കർശനക്കാരനായിരുന്നെങ്കിലും അടുത്ത് ചെല്ലുന്ന ആളുകളോട് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിലെ സ്നേഹം, മാനവികതയുടെ ശബ്ദം, കക്ഷിരാഷ്ട്രം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, ജോലിക്കാരനോ സമ്പന്നമെന്ന് നോക്കാതെ ഉൾക്കൊണ്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷതയായി കാണുന്നു. ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഭാരതീയ സാഹിത്യത്തിൽ സാഹിത്യ ആചാര്യൻ നമ്മുടെ ഭട്ടൻ ഏറ്റവും ശ്രദ്ധേയനായ ഒരു കാലഘട്ടത്തിൻ്റെ മാതൃകയായി അദ്ദേഹം പറഞ്ഞു, പ്രജ്ഞ നവനവോന്മേഷശാലിനി പ്രതിഭാമത. ആരാണ് പ്രതിഭ? പ്രതിഭ ആരെന്ന് ചോദിച്ചാൽ പ്രജ്ഞ നവനവോന്മേഷശാലിനി എന്ന് പറഞ്ഞാൽ ഗരുഡ സദൃശ്യനാണ് പ്രഗത്ഭൻ എന്ന് വിളിക്കാവുന്ന, പ്രതിഭ എന്ന് വിളിക്കാവുന്നത്. അതിന് അറിയുന്ന കാരണം എത്രയോ ദൂരത്തിലാണ്. ഞാനൊക്കെ ഗോവയിലെ രാജപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ട കടലാണ്. അപ്പോൾ ഈ കടപ്പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അറിയാം ഗരുഡ ദൃഷ്ടി ആ ദൂരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരുന്തിങ്ങനെ പറന്ന് കടന്നിട്ട് ഒരു ഞൊടിയിടയ്ക്കുള്ളിൽ ഒരു മീനിനെ കണ്ട് കൊത്തിയെടുത്തുകൊണ്ട് എത്രയോ ഉയരത്തിലിരുന്നു കൊണ്ടാണ്. ഇതാണ് ഈ സങ്കല്പത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം പറയുന്നു, നിങ്ങൾ നടന്നു പോകരുത്, ഓടിപ്പോകാമെങ്കിൽ നിങ്ങൾക്ക് കൈതരാം, നിങ്ങളെ വീണാൽ ഞാൻ സഹായം നൽകാം എന്ന് പറയുന്ന, ഓടുന്നവർക്ക് കൈതരാം, മെല്ലെ നടന്നു പോകുന്നവരല്ല വേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ ദീർഘദൃഷ്ടിയോടെയുള്ള അഭിപ്രായത്തെ ഈ കവളപ്പാറ ഗ്രാമത്തിൻ്റെ ഒരു സന്തതിയിലൂടെ ലോകത്തിന് കാണാൻ സാധിക്കുന്നു. നടന്നു തീർത്ത വഴികളിലെ പറ്റി അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മഹാത്മാവിനെ പറ്റിയുള്ള പുസ്തകമാണ്. അതുകൊണ്ട് എനിക്കും ഇത് സന്തോഷമായി. ഞാൻ ഇംഗ്ലീഷ് കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷ് കോപ്പി കിട്ടി അതും വായിക്കാം. ഇത് തമ്മിൽ എപ്പോഴും വായിക്കുമ്പോൾ ഒരു സുഖമാണ്. അതുകൊണ്ട് അതിൻ്റെ കോപ്പി കൂടി എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചതായി ഞാൻ നിങ്ങളെല്ലാം സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.